ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഏപ്രിൽ 1 2024 ഏപ്രിൽ 1 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഏപ്രിൽ 1 പ്രത്യേകത എന്താണ്? നമ്മൾ ലോക വിധി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണിത്. ഏപ്രിൽ 1 അല്ല, അറിയാമല്ലേ? ഏപ്രിൽ ഫൂള്. ഏപ്രിൽ 1 എന്താണ്? ലോക വിധി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ്. അടുത്ത ചോദ്യം, 2020 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? 2020 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണിയാണ്. MS ധോണി. അടുത്ത ചോദ്യം, ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള സിനിമ. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള സിനിമ ആടുജീവിതമാണ്. ആടുജീവിതം. അടുത്ത ചോദ്യം, 2020 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ തികച്ച ആദ്യ ഇന്ത്യൻ താരം. 2020 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ തികച്ച ആദ്യ ഇന്ത്യൻ താരം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. അടുത്ത ചോദ്യം, ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ച 1-ാം സ്ഥാനത്തിരുന്ന ഇന്ത്യൻ താരങ്ങൾ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരൊക്കെയാണ്? അത് സ്വാതിക് സായിരാജും ചിരാഗ് ഷെട്ടി സഖ്യമാണ് ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ച 1-ാം സ്ഥാനത്തിരുന്ന ഇന്ത്യൻ താരങ്ങൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, വൈറ്റ് ഹൗസിലെ വളർത്തുപൂച്ചയെക്കുറിച്ച് US പ്രഥമ വനിത ജിൽ ബൈഡനും എഴുത്തുകാരി ആലിസ സാറ്റിൻ കപ്പുസില്ലിയും ചേർന്ന് എഴുതുന്ന കുട്ടികൾക്കായിട്ടുള്ള പുസ്തകം ഏതാണ്? അത് വില്ലോ ദ വൈറ്റ് ഹൗസ് ക്യാറ്റ് എന്നുള്ളതാണ്. വില്ലോ ദ വൈറ്റ് ഹൗസ് ക്യാറ്റ്. അടുത്ത ചോദ്യം, ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറക്കിയ ആദ്യ പേടകം. അത് ഒഡീസിയസ് ആണ്. ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറക്കിയ ആദ്യ പേടകം ഒഡീസിയസ്. അടുത്ത ചോദ്യം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണിത്, നോ യുവർ കാൻഡിഡേറ്റ്സ്. അടുത്ത ചോദ്യം, വിക്രം 1 റോക്കറ്റിൻ്റെ 2-ാം ഘട്ട പരീക്ഷണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിജയകരമായി നടന്നത് എന്നാണ്? അത് 2024 മാർച്ച് 27-നാണ്. വിക്രം 1 റോക്കറ്റിൻ്റെ 2-ാം ഘട്ട പരീക്ഷണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിജയകരമായി നടന്നത് 2024 മാർച്ച് 27-നാണ്. അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ്. അത് ഗമാനയാണ്. ഗമാനെ. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഗമാനെ. അടുത്ത ചോദ്യം, തുടർച്ചയായി 5-ാം വർഷവും ICC അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളി. നിതിൻ മേനോനാണ്. നിതിൻ മേനോൻ. തുടർച്ചയായി 5-ാം വർഷവും ICC അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളിയായി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് നിതിൻ മേനോനാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തുറക്കുകയുണ്ടായി. അതിൻ്റെ പേരെന്താണ്? T50 ആണല്ലേ. T50. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി വിവർത്തകയെ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ വൃന്ദ വർമ്മ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി വിവർത്തകയാണ് ഡോക്ടർ വൃന്ദ വർമ്മ. താങ്ക് യു.